ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഉന്നക്കായയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ് വളരെ സൂപ്പറാണ്. ഉന്നക്കായ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏത്തപ്പഴത്തിൻ്റെ പഴുപ്പാണ്. മീഡിയം പഴുപ്പുള്ള ഏത്തപ്പഴം വേണം. ഒരുപാട് പഴുത്ത ഏത്തപ്പഴം എടുക്കുന്നെങ്കിൽ ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് രണ്ട് പഴം എടുത്ത് അത് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇഡലി തട്ടിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു പാൻ എടുത്തു, അതിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ചെറിയൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനും നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ഫസ്റ്റ് മാറ്റി വെക്കാവേ. ഇനി ഈ ഒരു പാനിൽ തന്നെ നമ്മൾ 2 പിടി തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര തേങ്ങയാണോ ഫില്ലിങ്ങിന് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പിടിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര നിങ്ങൾക്ക് എത്ര സ്വീറ്റ് വേണോ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത്തപ്പഴത്തിന് ചിലപ്പോൾ മധുരം കൂടുതലാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് മിക്സ്. ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് കേട്ടോ. ഒരു മുട്ട നന്നായിട്ട് ഒന്ന് അടച്ചു പതപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും മുട്ടയുടെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. മുട്ടയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടാവില്ല, പക്ഷെ മുട്ട ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. ഇതില് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം പുഴുങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അതിലുള്ള ആ ഒരു ബ്ലാക്ക് സാധനം കളയാം. വേണമെങ്കിൽ മാത്രം കളഞ്ഞാൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി കളഞ്ഞതാണ് കേട്ടോ. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. വെച്ചിട്ട് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. പക്ഷെ മിക്സർ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യരുത്. ആ ഒരു ടെക്സ്ചറും ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല. എന്നിട്ട് നമുക്കിത് ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഓരോ ബോൾസും നമുക്ക് ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാം. കയ്യിൽ എണ്ണ തേച്ചിട്ട് പരത്തുവാണെങ്കിൽ നമുക്കതൊന്നും കയ്യിൽ പരത്തുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഷേപ്പാക്കുന്ന ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണും ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഷേപ്പ് നമുക്ക് കൃത്യം കിട്ടിക്കോളും കേട്ടോ. ഇനി നമുക്ക് ഓയിൽ കുറേ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, ഓയിൽ അധികം വേണ്ടാത്തത് കൊണ്ട്. അപ്പോൾ ഓയിൽ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ആൻഡ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഉന്നക്കായയും നമുക്ക് പൊരിച്ചെടുക്കാം. ഓൾറെഡി എല്ലാ ഭാഗവും കുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം മാത്രം ജസ്റ്റ് എണ്ണയിലൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ആൻഡ് അപ്പുറത്തും ഇപ്പുറത്തും ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ വരുമ്പോഴത്തേനും നമുക്കിത് മാറ്റി വെക്കാം. ഇത് നമുക്കൊരു ടിഷ്യൂവിൽ മാറ്റി വെക്കാം കേട്ടോ. കാരണം ഓയിലുണ്ട്, അപ്പോൾ ഓയിലൊക്കെ അബ്സോർബായി വന്നോളും.